ഇന്ത്യയിൽ കാണാവുന്ന മനോഹരമായ ഒരു സൂര്യോദയം കാണാൻ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ധനുഷ്കോടിയിലാണ്. ഇന്ത്യൻ്റെ സൗത്ത് ഈസ്റ്റ് ടിപ്പിൽ നിൽക്കുന്ന ശ്രീലങ്കയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഭാഗമാണ് ധനുഷ്കോടി. നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒരു ഡ്രൈവ് പോവാണ്. ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കുള്ള ഒരു മിഷനിലാണ്. സൂര്യനെ ചേസ് ചെയ്യാൻ പോവാണ്. അതും നമ്മൾ എത്താൻ പോകുന്നത് നമ്മളെ കൊല്ലത്തുള്ള തണ്ണി ബീച്ചിലാണ്. ഞാൻ ഇവിടെ നിന്ന് നോമ്പ് എടുത്തിട്ട് തണ്ണി ബീച്ചിൽ നോമ്പ് തുറക്കാനുള്ള ഒരു പ്ലാനിലുള്ളത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മഹീന്ദ്രയുടെ പുതിയ XCV9S ആണ്. ഇതൊരു മിഷനാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ചാർജ് എന്നുള്ള ഏറ്റവും വലിയ ഒരു ആനഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതും നമുക്ക് ചാലഞ്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. നമ്മളിപ്പം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ സൗത്ത് ഈസ്റ്റ് ടിപ്പിലുള്ളത്. ഇവിടുന്നും ആകെ 24 കിലോമീറ്റർ ശ്രീലങ്കയ്ക്കുള്ളൂ. ശ്രീലങ്കയിലൊക്കെ ഉണ്ടായിരുന്ന പഴയ രാമസേതു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വഴിയെല്ലാം ശരിക്കും കടലിൻ്റെ അടിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കെല്ലാം വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. കാരണം അതിൻ്റെ പല സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് എല്ലാം ഉണ്ട്. അത്രയും അടുത്തുനിന്നാണ് നമ്മൾ ഈ ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് സൈഡിലും സീ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു ചെറിയൊരു ദുരന്ത കഥയാണ്. അത് ഇവിടെ 1964 സൈക്ലോണിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഗോസ്റ്റ് ടൗൺ ആണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വില്ലേജ് മൊത്തം വാഷ് ഔട്ടായി പോയി. അതിൻ്റെ റെമിനിസൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവശിഷ്ടങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവും. എന്നാൽ നമ്മൾ മലയാളിക്ക് ചെറിയ കണക്റ്റും കിട്ടും. നമ്മൾ ഫിലിം ഹിസ്റ്ററി മാറ്റിമറിച്ച് ബിഗ് ബി മൂവിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണക്റ്റ് നമുക്ക് ഇവിടെ എത്തിയാൽ കിട്ടും. അത് കാണാൻ ഭയങ്കര രസം, ഫോട്ടോനും വീഡിയോനും നല്ല രസമുള്ള സാധനമാണ്. പക്ഷേ നമ്മളത് എൻജോയ് ചെയ്യാനല്ല നിൽക്കുന്നത്, അതൊന്ന് കണ്ടുപോകാം. നമ്മളെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം 382 കിലോമീറ്റേഴ്സാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. വണ്ടിയിൽ 98%, 490 കിലോമീറ്റർ റേഞ്ചും അവൈലബിൾ ആണ്. റേഞ്ച് മോഡലുള്ളത്. നമ്മൾ റേഞ്ച് കൂട്ടാനായിട്ട് ഒരു ഗിമിക്സും ചെയ്യുന്നില്ല. നോർമലി ഓടിച്ചു പോകുന്ന രീതിയിൽ റേഞ്ച് മോഡ് സെലക്ട് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ AC ഉപയോഗിക്കുന്നുണ്ട്. സ്പീഡ് കുറച്ചിട്ടൊന്നുമല്ല ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെല്ലാം നമ്മൾ നോർമൽ കണ്ടീഷനിൽ കിട്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വേറൊരു ചാലഞ്ചും എടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു റേഞ്ചിൽ നമുക്ക് എത്താൻ പറ്റുന്നുള്ളതും സണ്ണിന് ചേസ് ചെയ്ത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് കൊല്ലത്ത് എത്താം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അതങ്ങനെ തന്നെ ഫലിക്കും എന്നാണ് വിചാരിക്കുന്നത്. അത് നമുക്ക് നോക്കാം ഓൺ ദ വേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷൻ ആയിട്ടുള്ള പാമ്പൻ പാലം കാണാം. ഇത് നമ്മുടെ പഴയ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയലാണ്. നമ്മളിപ്പോൾ ഒരു ഹാഫ് ഓഫ് വേ ആയി. തൂത്തുക്കുടിൻ്റെ ഔട്ട്സ്കേർട്ട് കൂടെ പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ തെങ്കാശി റൂട്ടാണ്. അപ്പോൾ ഏകദേശം 51% ആണ് ഇനി ബാറ്ററി ലെഫ്റ്റ്. അതിൽ നമുക്ക് 254 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ 209 കിലോമീറ്ററാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് വേണമെങ്കിൽ ആ മിഷൻ വിട്ട് നല്ല ഫ്രീക്ക് ഔട്ട് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അപ്പോൾ അങ്ങനെ തന്നെ ഓടിക്കാമെന്ന് കരുതി. എന്തായാലും റിലാക്സ് ചെയ്ത് കംഫർട്ടബിളി ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഇനി അങ്ങോട്ടുള്ള റോഡ് കുറച്ചുകൂടിയും ട്വിസ്റ്റി ടേൺസ് ഉള്ള റോഡാണ്. അപ്പോൾ ആ ചാലഞ്ചസ് നമുക്ക് നോക്കേണ്ടി വരും. പക്ഷേ ഇതുവരെ വന്നത് സ്മൂത്ത് റൈഡാണ്. അതിൽ നമുക്ക് ഡാസ് 2 ലെവൽ പ്ലസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, പ്രത്യേകിച്ച് ലെയിൻ കീപ്പിംഗ്, അതുപോലെ തന്നെ ഇൻഡിക്കേഷൻസ് എല്ലാം തന്നെ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പാനോമിക് സൺ റൂഫും ഉണ്ട്. ഈ ഒരു വെതർ വലിയ ചൂടില്ലാത്തത് നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക ആസ്വദിച്ചിട്ട് സീനറീസ് എല്ലാം കണ്ടിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. സോ ആ ഗുണം എന്തായാലും ഉണ്ട്. ഇന്ന് വളരെ റിലാക്സ് ഡ്രൈവാണ്. സൺഡേ ആണ്. ഞാൻ കരുതിയ മാരത്തെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെരി റിലാക്സിങ്, എൻജോയബിൾ റൈഡ്. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഒന്ന് ചാർജ് ചെയ്യേണ്ടി വന്നാലും പേടിക്കാനില്ല. 175 kWh ചാർജിങ് സ്റ്റേഷൻ കിട്ടിയാൽ വെറും 20 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ആ ടെൻഷനും ഇല്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യം വരും തോന്നില്ല. നമ്മൾ ഏതായാലും എൻജോയ് ചെയ്യാം. നമ്മൾ സത്യം പറഞ്ഞാൽ ചെറിയ കുടുക്കപ്പെട്ട്
ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. ഡീവിയേഷൻ കഴിഞ്ഞ് ഇന്നർ റോഡിൽ പോയി അവിടെ ബ്ലോക്ക് കിട്ടി. നമ്മുടെ ET ഇപ്പം കൂടി. അപ്പോൾ നമ്മളവിടെ എത്തേണ്ട സമയം കുറച്ച് കൂടി. നമ്മൾ നല്ല പ്ലഷറായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ സമയം കൂടിയത് ഒരു ചലഞ്ചായിട്ട് ഇപ്പോൾ ഞാൻ കാണുകയാണ്. അതുകൊണ്ടൊന്ന് പുഷ് ചെയ്യുന്നുണ്ട്. റേഞ്ചുകാരൊന്നും പ്രശ്നമില്ല, നമുക്ക് റേഞ്ചിലുണ്ട്. പക്ഷേ ഇനിയുള്ള നമ്മൾ ട്വിസ്റ്റി റോഡ്സ് കയറുകയാണ്. നമ്മളിപ്പോൾ തെങ്കാശിയിലും കഴിഞ്ഞ് ചെങ്കോട്ടയും കഴിഞ്ഞ് നമ്മളെ കേരള ബോർഡറിനൊക്കെ അടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് ട്വിസ്റ്റി റോഡെല്ലാം ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കൊരു ടൈം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ചലഞ്ച് ഉണ്ട്. എന്തായാലും അത് നോക്കി വിടാം. നമുക്ക് നോമ്പ് ഇറക്കാനുണ്ട്, സൺസെറ്റ് മുമ്പ് എത്തും വേണം. ആ ഒരു പോക്ക് ഇനി പോവാം. ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, വണ്ടിൻ്റെ പവറും കാര്യമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സസ്പെൻഷൻ റീസെറ്റ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ നമുക്ക് കസ്റ്റമൈസ് ഓപ്ഷനിലുണ്ട്. നമ്മളെ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ചിട്ട് പുഷ് ചെയ്യാനും സസ്പെൻഷൻ സോഫ്റ്റോ അല്ലെങ്കിൽ റേസ് മോഡലോ നോർമൽ മോഡലോ അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പുഷ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ സെറ്റിംഗ് കൂടെ ചെയ്യാൻ നിൽക്കുകയാണ് ഞാനിപ്പം. അത് കുറച്ചുകൂടി റൈഡിന് ഗുണം ചെയ്യും. ഇത്ര ട്വിസ്റ്റി റോഡിൽ ഓടിക്കുന്നത് ഒരു ശരിക്കും ഫണ്ണാണ്, എസ്പെഷ്യലി കാസിൽ. പക്ഷേ SUV-ലോ അത് ശരിക്കും ചാലഞ്ചിങ് ആണ്. പക്ഷേ ഈ ഒരു XUV 9S-ലാണെങ്കിൽ ബാറ്ററി പാക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ കൂട്ടുന്നുണ്ട്, നമുക്ക് ശരിക്കും പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ അഡാപ്റ്റീവ് സസ്പെൻഷൻ സിസ്റ്റവും ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുഷ് ചെയ്ത് സമയം മാക്സിമം മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ലാസ്റ്റ് ലെഗിലുള്ള ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റിൻ്റെ റണ്ണിങ് ഉണ്ട്. ഡെസ്റ്റിനേഷൻ കാണാം. നമ്മളിപ്പോൾ ലെഫ്റ്റ് ആയിട്ടുള്ളത് 20% ബാറ്ററി, 70 കിലോമീറ്റർ കിട്ടും. ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് 38 കിലോമീറ്റർ ഉള്ളൂ. അത് കുറച്ചൊന്നും ഇപ്പം കുറയാൻ കാരണം പുഷ് ചെയ്തപ്പോഴാണ്. എന്നാലും നമുക്ക് ഒരു ചാർജിങ്ങിൽ തന്നെ എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഈ ഡ്രൈവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 10 മണിക്കൂറായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെറിയ ബയോ ബ്രേക്ക് എടുത്തല്ലാതെ വേറെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. നമ്മൾ 3 പേരും നോമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രൈവാണ്. ആ ഒരു ഇത്രയും ലോങ് ഡ്രൈവിൽ നമുക്ക് കംഫർട്ടബിൾ ഇരിക്കാനുള്ള ഒരു സീറ്റ് ഓപ്ഷനാണ്. അത് നമ്മൾ മൾട്ടിപ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ, വെന്റിലേഷൻ ഉണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ശരി കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവ് ശരിക്കും എൻജോയ് ചെയ്യുമ്പം എൻ്റെ കൂടെയുള്ള കൊളീഗ്സ് ശരിക്കും ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് എൻജോയ് ചെയ്തത്. ഈ തേർഡ് സ്ക്രീനിൽ അവർ ചിലപ്പോൾ വീഡിയോയും പാട്ടെല്ലാം കണ്ടിട്ടെല്ലാം തന്നെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഡിസ്ട്രാക്ട് ചെയ്യാതെ വീഡിയോ ഒന്നും കാണാതെ തന്നെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജും ഈ ഒരു സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മൾ ലോങ് ജേർണി, എസ്പെഷ്യലി ഫാമിലിയിലായിട്ട് പോകുമ്പം ആളുകൾക്ക് എല്ലാവർക്കും എൻ്റർടൈനിങ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ എൻജോയ് ചെയ്ത് ശരിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്. എന്തായാലും ഈ ഒരു സണ്ണിനെ ചേസ് ചെയ്ത് സണ്ണിപ്പം എന്നെ നോക്കി ചിരിക്കണ്ടേടാ, ഞാൻ ആദ്യം എത്തും. ഞാൻ പറഞ്ഞ എല്ലാ സണ്ണെ ഞാൻ എത്താൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പോവാണ്. എന്തായാലും നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കാം. ഈ ഒരു സൺ ചേസിൽ സണ്ണ് നമ്മളെ മോണിറ്റർ ചെയ്യുന്ന ഒരു കാറും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് ടയർഡ്നെസ്സോ ഡോസിനെസ്സോ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം ആക്ച്വലി അലേർട്ട് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ സിസ്റ്റം എല്ലാം നമ്മൾ അലേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണം നിർത്തി ബ്രേക്ക് എടുക്കുക ചെയ്യാം. പക്ഷെ അത് ഇതുവരെ നമുക്ക് വേണ്ടി വന്നിട്ടില്ല. കാരണം ഇതെല്ലാം കാണിക്കുന്നത് ഇതെല്ലാം സേഫ്റ്റിയിൽ പ്രോ ആയി നിൽക്കുന്ന വണ്ടിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ധൈര്യം കൂടെ ഇത്രയും ലോങ് ജേർണിയിൽ ശരിക്കും ബാക്കിങ് ചെയ്യുന്നുണ്ട്. We reached before sunset with 33 kilometer range left, 9% battery. So this is the final destination. സോ സൺസെറ്റിന് മുമ്പ് നമ്മൾ എത്തി. സണ്ണ് ചേസ് ചെയ്തു താന്നി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നോമ്പുറക്കാൻ്റെ മുമ്പ് എത്താൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സണ്ണിനെ ചേസ് ചെയ്ത് ധനുഷ്കോടിയിൽ നിന്ന് നമ്മൾ താന്നി ബീച്ച് വരെ ഈസ്റ്റ് ടു വെസ്റ്റ് എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല കംഫർട്ടബിൾ ഡ്രൈവ് ആയിരുന്നു, സേഫായും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഡ്രൈവ് ചെയ്യാൻ പറ്റി. ഒരു ചാർജ് നമുക്ക് വരാൻ പറ്റി. സോ ദാറ്റ് ലൈക്ക് എനി SUV നമുക്ക് മഹീന്ദ്രയുടെ XUV 9S-ഉം ആയിട്ട് ലോങ് യാത്ര ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ഫുൾ ചാർജിൽ ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിച്ച് ഏറ്റവും വേഗത്തിൽ വെസ്റ്റേൺ കോസ്റ്റിൽ നിന്നും
ഈസ്റ്റേൺ കോസ്റ്റിലേക്ക് ഡ്രൈവ് ചെയ്തതിനുള്ള റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു മഹീന്ദ്ര XCV9S. 22 ഫെബ്രുവരി 2026 രാവിലെ 6:31 ധനുഷ്കോടി ബീച്ചിൽ നിന്നും ആരംഭിച്ച് വൈകുന്നേരം 6:28 കൊല്ലം താനി ബീച്ചിലേക്ക് നിശ്ചിത സമയത്തിന് ഉള്ളിൽ തന്നെ ഓടിച്ചെത്തിച്ചത് ഫ്ലൈവീൽ ചീഫ് എഡിറ്ററും വേൾഡ് കാർ അവാർഡ്സ് ജൂററുമായ നമ്മുടെ ഹാനി മുസ്തഫയാണ്. ഒരു സിംഗിൾ ചാർജ് 11 മണിക്കൂറും 57 മിനിറ്റും കൊണ്ട് കവർ ചെയ്തത് 385 കിലോമീറ്റേഴ്സാണ്. ഈ ഒരു നേട്ടം ഇത്രയും നിഷ്പ്രയാസം പൂർത്തീകരിക്കാൻ സാധിച്ചത് മഹീന്ദ്രയുടെ സാങ്കേതിക മികവും പൂർണ്ണ പിന്തുണയും കൊണ്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദ ഹണ്ട് ഫോർ അഡ്വെഞ്ചർ. സോ താങ്ക് യു മഹീന്ദ്ര.